നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. കാരണം ഈ ഒരു മഴക്കാലത്ത് പലരും റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. മഴ ഇല്ലാത്തൊരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ചെറിയൊരു മഴയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞു നമ്മുടെ കേശ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത്. അതിൽ പലവിധ ഔഷധ സസ്യങ്ങളെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ തന്നെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പുറമെ താമസിക്കുന്നവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മുൻപ് വീഡിയോയിൽ ഒരുപാടേറെ ഹെയർ പാക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മുൻവശത്തൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ചില സിമ്പിളായിട്ടുള്ള റെമഡീസ് ഹെയറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊഴിഞ്ഞു പോയ ഭാഗത്ത് കുഞ്ഞ് ബേബി ഹെയർസ് ഒക്കെ വരുന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് പതിയെ പതിയെ മുടിയുടെ ഉള്ളു കൂട്ടി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒരു മുടി കൊഴിച്ചിലിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളിലേക്ക് എന്തെടുക്കണം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊന്ന് ഫോളോ ചെയ്യണേ. അതിൻ്റെ കൂടെ നിങ്ങൾ ഇതും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. കാരണം മഴക്കാലം എന്നുള്ളത് ഇതിനൊന്നും ഒട്ടും ചേരാത്തൊരു കാലമൊന്നും അല്ല. നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് മുടിയുടെ ഉള്ളു കൂട്ടാനും മുടി ഹെൽത്തി ആക്കി വെക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലം കൂടെയാണ്. ഒരുവിധം എല്ലാ സ്കാൽപ്പിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഹെയർ കെയർ പാക്ക് അല്ലെങ്കിൽ ഒരു താളി തയ്യാറാക്കി നോക്കിയാലോ? വീഡിയോ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഔഷധ താളിയാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തുള്ള പേരയുടെ ഇലയാണ്. പേരയില എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്ക് വളരെ സിൽക്കി ആൻഡ് സോഫ്റ്റി ആവാനും അതുപോലെ അഴുക്ക് കളയാനും ഒക്കെ തന്നെ ഹെയറിന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് UV റേസിൽ നിന്നൊക്കെ തന്നെ. അതിനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് എടുത്തുള്ള പനിക്കൂർക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഞവര ഇലയാണ്. ഇതൊരു 3-4 എടുത്താൽ മതി. മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു നീരിറക്കം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ ഫ്ലേക്കി ആയിട്ട് വരുന്ന സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള, അതൊക്കെ മാറ്റാനും ഹെയറിന് നല്ല സ്ട്രോങ് ആക്കാനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തേർഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൂവളത്തിൻ്റെ ഇലയാണ്. കൂവളം അല്ലെങ്കിൽ ബേൽ ലീവ്സ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് കിട്ടാൻ എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ഇതും തന്നെ നമുക്ക് തലയിലെ താരൻ കളയാനും നീരിറക്കം വരാതിരിക്കാനും ഒക്കെ തന്നെ, അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത്, അതുപോലെ ടെക്സ്ചർ കൂട്ടാൻ, വോളിയം കൂട്ടാൻ, ഡാൻഡ്രഫ് കളയാൻ, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് അച്ഛൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. വളരെ വലിയൊരു മരമായിട്ടുണ്ട്, തെങ്ങിന് ഒപ്പമൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കായകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു 4-5 ഇല എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് കുറുന്തോട്ടിയും മുക്കുറ്റിയൊക്കെയാണ് കാണുന്നത്. മുക്കുറ്റി വേണം നിർബന്ധമില്ല, ഞാൻ കണ്ടപ്പോൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ വരുന്നത് കീഴാർനെല്ലി അല്ലെങ്കിൽ ഭൂമിയാമലകിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കയ്യിലുള്ളവരിത് വെറുതെ കളയരുത്, ഉപയോഗിക്കുക കേട്ടോ. മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വളരാനും മുടിയുടെ ഉള്ളു കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് സമൂലമായിട്ട് തന്നെ എടുക്കാം, അതായത് വേരോടെ തന്നെ എടുക്കാം. അങ്ങനെ നമുക്കതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് കുറുന്തോട്ടി അല്ലെങ്കിൽ ബല സിഡാകോഡിഫോളിയ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കുറുന്തോട്ടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു താളിയിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ കുറുന്തോട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറുന്തോട്ടിയാണ് നമ്മൾ നെക്സ്റ്റ് എടുത്ത് ഒരു പിടി എടുത്താൽ മതിയായിരിക്കും. ഇതിലിപ്പം ആ കൃഷ്ണകിരീടം കണ്ടില്ലേ, അത് ഞാൻ മോൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്, അതിൽ ചേർക്കാനുള്ളതൊന്നുമല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കൊരു ജാറിലിട്ടിട്ട് ഇനി അതിലേക്ക് ഞാനൊരു ലിക്വിഡ് മീഡിയമായിട്ട് ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഒരു മാക്സിമം ഒരു 16-18 മണിക്കൂറൊക്കെ തന്നെ പുളിപ്പിച്ചത്, അതായത് നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലും സമയം കൂടരുത് എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന്
അരച്ചെടുത്തിട്ട് പിന്നീട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം മുടിയിൽ അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗം കൽക്ക ഭാഗമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മുടി പൊഴിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ മുടിക്ക് അത്ര തന്നെ സ്ട്രോങ് അല്ലാത്തവർക്ക്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ഇതുപോലുള്ളൊരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിലൽപ്പം കടലമാവോ ചെറുപയർ പൊടിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ല നീറ്റാവും കേട്ടോ. അപ്പോൾ നമ്മുടെ താളി ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മുടിയുടെ ആരോഗ്യം തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് കേട്ടോ ഉള്ളത്. അത് മറക്കരുത്. കാരണം വയറ് പലപ്പോഴും പ്രശ്നത്തിലാവാനുള്ളൊരു ചാൻസ് ഈ ഒരു മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിയെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് ദഹനം ശരിയാവുന്നില്ലേ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ അധികമാവാൻ സാധ്യതയുണ്ട്. കർക്കിടകത്തിൽ നമ്മൾ ശീലിക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞതൊന്നും കാണാത്തവരുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മാക്സിമം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്തെത്തിക്കും കൂടെ ചെയ്യണേ. കാരണം ഇത്തരം മാസങ്ങളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വരും കാലത്തേക്ക് കൂടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഹെയർ പാക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതുകൊണ്ട് എന്താ ചെയ്താൽ ഗുണമില്ലേ എന്നുള്ളതല്ല, വളരെ ഗുണമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ റിസൾട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റുട്ടീനിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ്. ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ശീലിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. പൊതുവേ പെയിൻ ശല്യം കൂടുന്നതും അല്ലെങ്കിൽ താരൻ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന ഇഷ്യൂസൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും. കഴിയുന്നതും നമ്മളെപ്പോഴും മുടിയുടെ ഈർപ്പം കളഞ്ഞിട്ട് ഡ്രൈ ആയി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ഓയിൽ മസാജ് കൊടുക്കുന്നതും ഒക്കെ തന്നെ നന്നായിട്ട് വളരാൻ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് മുടിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ ബ്യൂട്ടി കെയറിലും ഒക്കെ തന്നെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമായ പ്രകടമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ നിങ്ങൾക്ക് ഏറെ താല്പര്യമുള്ളതും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ രേഖപ്പെടുത്താട്ടോ. ഞാൻ ഡെയിലി ഒന്നും പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ ലൈക്സും കമൻറ്റ്സൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കും. അപ്പം മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.